ബഹുമാന്യരായ വിശ്വകർമ്മജരെ, നമുക്ക് പല സംഘടനകൾ നിലവിൽ ഉണ്ട്. പക്ഷേ യാതൊരു വിധമായ പ്രയോജനവും നാളിതുവരെ ഇല്ല. എന്നാൽ ഈ വരുന്ന നിയമസഭാ ഇലക്ഷന് 50 ലക്ഷത്തോളം വരുന്ന വിശ്വകർമ്മജൻ്റെ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുക്കുവാൻ ഓരോ വിശ്വകർമ്മജനും മുന്നോട്ട് വരേണ്ടത് ആവശ്യമാണ്. കാരണം ഓരോ സമുദായത്തിനും അവർക്ക് അവരുടേതായ നിലപാടുണ്ട്. വിശ്വകർമ്മജന് അവൻ്റെ ആവശ്യം ചോദിക്കുവാൻ ആരും തന്നെ ഇല്ലാത്ത ഒരു സമുദായമാണ് വിശ്വകർമ്മ സമുദായം. നമുക്ക് പല നേതാക്കന്മാരും ഉണ്ടായിരുന്നു. അവരെല്ലാം നമ്മളെ പറ്റിക്കുകയായിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിശ്വകർമ്മജരെ, പല പാർട്ടിക്കാരും പല നേതാക്കന്മാരും ഉണ്ടായിരിക്കാം വിശ്വകർമ്മജർ. എൻ്റെ പ്രിയപ്പെട്ട വിശ്വകർമ്മജരോട് ഞാൻ പറയുന്നു, ഈ വരുന്ന നിയമസഭാ ഇലക്ഷന് 50 ലക്ഷത്തോളം വരുന്ന വിശ്വകർമ്മജൻ്റെ ശക്തി എന്താണെന്ന് കാണിക്കുവാൻ ഓരോ വിശ്വകർമ്മജനും മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഒന്ന് ഞാൻ പറയാം. സെൻട്രൽ ഗവൺമെൻറ് സ്കീമിൽ സെൻട്രൽ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റോട് കൂടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠിപ്പിക്കുന്ന ട്രേഡുകൾ നിർത്തലാക്കിക്കൊണ്ട് 3 ദിവസത്തെയും 4 ദിവസത്തെയും 10 ദിവസത്തെയും ട്രെയിനിങ് നൽകിക്കൊണ്ട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോണുകൾ പ്രഖ്യാപിക്കുന്നു. PM കിസാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു കൃഷിക്കാരന് പ്രധാനമന്ത്രി കിസാൻ പദ്ധതി, ഇവിടെ PM വിശ്വകർമ്മ യോജന, പരമേശ്വരനാശാരി മോഹനനാശാരി കൈപിടിച്ച് ഒരുമിക്കുക എന്നതായിരിക്കും പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാന്യ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത്. പരമേശ്വരനാശാരി മോഹനനാശാരി ക്യാൻ പക്കടോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 50 ml തേൻ വാങ്ങി അതിനകത്ത് വിരൽ മുക്കി നമ്മളിങ്ങനെ നാക്കിൽ തേക്കുന്ന രീതിയാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശ്വകർമ്മജന് യാതൊരു വിധമായ ആനുകൂല്യവുമില്ലാതെ മറ്റുള്ളവർക്ക് വിശ്വകർമ്മജൻ്റെ പേരിൽ ആനുകൂല്യങ്ങൾ നൽകുന്ന സമ്പ്രദായമാണ് PM വിശ്വകർമ്മ യോജന. $50 ലക്ഷത്തിലധികം വരുന്ന വോട്ടുകൾ വാങ്ങിക്കൊണ്ട് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ നമുക്ക് നടത്തിത്തന്ന ഏതെങ്കിലും ആനുകൂല്യം നിങ്ങൾക്ക് വെളിപ്പെടുത്താമോ? വിശ്വകർമ്മജൻ എന്താണ് നിലവിൽ കിട്ടുന്നത്? ഉപ്പുമരവ മുതൽ
കർപ്പൂരം കത്തിക്കുന്ന പാത്രം വരെ നിർമ്മിക്കുന്ന ഒരു സമുദായമാണ് വിശ്വകർമ്മജർ. ആ വിശ്വകർമ്മജർക്ക് യാതൊരുവിധ ആനുകൂല്യവുമില്ലാതെ PM വിശ്വകർമ്മ യോജന എന്ന പേരിൽ ലോണ് കൊടുക്കുകയാണ്. കാരണം ലോണുകളെന്ന് പറയുമ്പോൾ പലരും ചാടി വീണ് ലോണെടുക്കുന്നു. അവസാനം അവൻ്റെ കുടുംബം വരെ വിറ്റ് ആ ലോൺ അടയ്ക്കേണ്ട ഗതികേട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിശ്വകർമ്മജരോട് ഞാൻ പറയുന്നു, ഈ നിയമസഭാ ഇലക്ഷന് 50 ലക്ഷത്തിലധികം വരുന്ന വിശ്വകർമ്മജരുടെ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുക്കുവാൻ ഇവിടെ ഒരു നേതാവില്ല. പല പ്രമുഖരും സംഘടനാപരമായി വന്നിട്ടുണ്ട് എങ്കിലും ഇന്നുവരെ പാവപ്പെട്ട ഒരു വിശ്വകർമ്മജനും യാതൊരു വിധമായ നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് പാവപ്പെട്ട വിശ്വകർമ്മജർ മനസ്സിലാക്കണം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. തൽക്കാലം നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതിനെന്തെങ്കിലും നിങ്ങൾക്ക് പ്രതികരിക്കാനുണ്ടെങ്കിൽ, എന്നെ ചീത്ത വിളിക്കാനുണ്ടെങ്കിൽ അതും ആകാം, പ്രതികരിക്കാം. എന്നോടൊപ്പം ചേരണമെന്നുണ്ടെങ്കിൽ ചേരാം. ഇത് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥനയാണ്. വിശ്വകർമ്മജർ അനുഭവിക്കുന്ന യാതന, കൊല്ലനാണെങ്കിൽ അവനിന്ന് തൊഴിലില്ല, മരപ്പണിക്കാരനാണെങ്കിൽ അവനിന്ന് തൊഴിലില്ല, സ്വർണ്ണപ്പണിക്കാരനാണെങ്കിൽ യന്ത്രനിർമ്മാണം അവർക്കിന്ന് തൊഴിലില്ല, കൽപ്പണിക്കാരനാണെങ്കിൽ അവനിന്ന് തൊഴിലില്ല, പാത്രനിർമ്മാണം, ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും വിഗ്രഹാരാധനകളും നിർമ്മിച്ചിരുന്ന ഒരു വിഭാഗം അവർക്കിന്ന് തൊഴിലില്ല. അപ്പോൾ ഈ വിശ്വകർമ്മ സമുദായത്തിന് ഇടതു വലതുപക്ഷ BJP സർക്കാരുകൾ എന്ത് നന്മയാണ് നാളിതുവരെ ചെയ്തിട്ടുള്ളത്? ഇനിയെങ്കിലും നിങ്ങളൊന്ന് ഓർമ്മിക്കുക. 50 ലക്ഷത്തിൽ പരം വരുന്ന വിശ്വകർമ്മജരുടെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇതിനൊരന്ത്യം വരണം. ഇതൊരാവശ്യമാണ്. മറ്റുള്ളവർക്ക് സമുദായം ശക്തമാണ്, വിശ്വകർമ്മജർക്ക് അതില്ല. അതാവശ്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഓരോ വിശ്വകർമ്മജരോടും പറയാനുള്ളത്.